രോഹിണി ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ പമ്പയിൽ നിന്ന് ഭക്തരുടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി. നേരത്തെ 10 മണിയോടുകൂടി തന്നെ ഈ നിയന്ത്രണം ആരംഭിക്കും എന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. ഏതായാലും ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ തന്നെ വലിയൊരു ഭക്തജന പ്രവാഹം തന്നെയായിരുന്നു പമ്പയിൽ കാണാൻ സാധിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ 12 മണിയോടുകൂടി മാത്രമായിരിക്കും പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ തടയുക എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും രാവിലെയൊക്കെ ഉണ്ടായിരുന്ന തിരക്കിനെ തുടർന്നാണ് പിന്നീട് അതൊരു 10 മണിയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പമ്പയിൽ 10 മണി മുതൽ ഇനി തടയൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി വൈകിട്ട് മാത്രമായിരിക്കും അയ്യപ്പന്മാർക്ക് ഇവിടെ നിന്നും പ്രവേശനമുണ്ടാവുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര അത് വലിയാനവട്ടത്തേക്ക് എത്തും. ആ സമയം മുതൽ തന്നെ ഇനി പൂർണ്ണമായിട്ടും പമ്പയിൽ നിന്നുള്ള അയ്യപ്പന്മാരുടെ പ്രവേശനം പൂർണ്ണമായി തന്നെ നിയന്ത്രിക്കും. പിന്നീട് ഈ തിരുവാഭരണ ഘോഷയാത്ര അത് ശരംകുത്തിയിലേക്ക് എത്തിയതിന് ശേഷം വൈകിട്ട് 5:00 മാത്രമായിരിക്കും ഇനി പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ കടത്തിവിടുക. ഏതായാലും ഇപ്പോൾ വലിയൊരു തിരക്ക് അത് ആ ഒരു ഭക്തജന പ്രവാഹം നിലവിലിപ്പോൾ പമ്പയിൽ അനുഭവപ്പെടുന്നില്ല. കാര്യം നിയന്ത്രണം നേരത്തെ രാവിലെ മുതൽ തന്നെ നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെയൊക്കെ ഒരു എണ്ണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും വലിയൊരു ഭക്തജനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു രാവിലെയൊക്കെ പമ്പയിൽ കാണാൻ സാധിച്ചിരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പ്രത്യേകിച്ച് പമ്പയിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മകരജ്യോതി ദർശിക്കാനായിട്ട് സാധിക്കും. ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അയ്യപ്പന്മാരെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഹിൽടോപ്പിൻ്റെ മധ്യത്തിലും വലിയാനവട്ടത്തിലുമായിട്ടൊക്കെയാണ് ഈ പമ്പയിൽ നിന്ന് മകരജ്യോതി ദർശിക്കാൻ കഴിയുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ മുതൽ തന്നെ അയ്യപ്പന്മാരെത്തി സ്ഥലം കാത്തിരിക്കുകയാണ്. ഇനി ഇപ്പോഴും നിരവധി അയ്യപ്പന്മാർ തന്നെയാണ് ഇങ്ങോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി കിരൺ, മകരവിളക്കിന് ഒരുങ്ങുകയാണ് സന്നിധാനം. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ജനം TV സംഘം.